ഗോവയിലെ സുരാവലി സ്റ്റേഷനിൽ ഞാനിപ്പോൾ 10 മണിക്കൂറായിട്ട് ഇവിടെ ട്രെയിൻ സ്പോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ ലിങ്ക്. സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് വൈകിട്ട് 6 മണി വരെയുള്ള ഇവിടുത്തെ ട്രെയിൻ സ്പോട്ടിങ്ങും പിന്നെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ്സിനാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ 1 മണിയായി കേട്ടോ ഉച്ചയ്ക്ക്. ഇതേണ്ട അങ്ങ് ദൂരേന്ന് മുംബൈയിൽ നിന്ന് രാവിലെ വിട്ട മുംബൈ CSMT മഡ്ഗാവ് വന്ദേ ഭാരതാണ് അങ്ങ് ദൂരേന്ന് വരുന്നത്. സാധാരണ ആ ട്രാക്കിൽ കൂടെ പോകുന്ന വണ്ടികളെക്കാട്ട് സ്പീഡുണ്ട് വന്ദേ ഭാരതിനെന്ന് തോന്നുന്നു. ഭയങ്കര സ്പീഡിനാണ് ഇപ്പോൾ വന്ദേ ഭാരത് പോയത്. അത് ബിഫോർ ടൈം ആട്ടോ. 1:10 ഇവിടെ മഡ്ഗാവ് എത്തേണ്ടത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുമോ, രാവിലെ മംഗലാപുരത്ത് നിന്ന് ഇടുന്ന വന്ദേ ഭാരതും ഈ രാവിലെ മുംബൈയിൽ നിന്ന് ഇടുന്ന വന്ദേ ഭാരതിൻ്റെയും മഡ്ഗാവ് എത്തേണ്ട സമയം 1:10. രണ്ടിൻ്റെ സമയം 1:10. അപ്പോൾ എനിക്കൊന്ന് രണ്ടും അവിടെ ഒരുമിച്ച് വന്ന് കയറുമെന്ന് തോന്നുന്നു. ഇത് ഉച്ചക്കത്തെ പാസഞ്ചറാണ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ 2 സെറ്റ് വീതം ഉണ്ടെന്ന്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വേറെ ഇങ്ങോട്ട് വരും. പോയ സാധനം തന്നെയല്ലേ തിരിച്ചു വരുന്നത്, വേറെ ആയിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ. രാവിലെ വാസ്കോന്ന് കുലം പോയ ആ സെയിം ബ്രേക്കും ലോക്കും ആണ് തിരിച്ച് കുലം നിന്ന് വാസ്കോ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതായിരിക്കും വൈകിട്ട് നമ്മൾ തിരിച്ച് മഡ്ഗാവിലേക്ക് പോകുന്ന പാസഞ്ചറായിട്ട് വരുന്നത്. വണ്ടിക്കകത്തൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. കാലി ഇടിച്ച് ഓടുന്ന വണ്ടിയല്ല. കാരണം ഇവിടെ നിന്ന് വാസ്കോ ഭാഗത്തേക്കൊക്കെ എത്താൻ വേണ്ടി ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമല്ലേ ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് എത്തുമല്ലോ. ഗോൾഡൻ ഡോക്ക് ഷെഡിന്റെ ഒരു WDG4Dയും DG4 2 ലോക്കോ ഫുൾ ചെയ്ത് പോകുന്ന ഒരു ബോക്സും ഫ്ലൈറ്റാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതും empty ആണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ ഫ്ലൈറ്റിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. കൂടിക്കൂടി വരട്ടെ, കാരണം ഇത് ഫ്ലൈറ്റ് കിട്ടിയ കുറവാണ് കേട്ടോ. ഇനി ഉച്ചയായിട്ട് കുറേ പ്രീമിയം വണ്ടി വരുന്നുണ്ട്. വന്ദേ ഭാരത്, തേജസ് എന്നൊക്കെ പറഞ്ഞ് മഡ്ഗാവിൽ വിടുന്ന കുറേ പ്രീമിയം വണ്ടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഉച്ചക്കത്തെ പാസഞ്ചർ നമ്പർ 2 ഇതാണ്ട്. അതും ഹുബ്ബള്ളി WDG4 ആണ്. 12147 വാസ്കോഡഗാമ കുലം പാസഞ്ചർ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഇതേപോലെ 2 സെറ്റ് വീതം. എന്താ അല്ലേ, ഇതിനകത്ത് ആൾക്കാരുണ്ടെങ്കിലും ഫുള്ളല്ല കേട്ടോ. സിറ്റിംഗ് ആൾക്കാരൊക്കെ ഉള്ളൂ. ഫുള്ളായിട്ട് മഡ്ഗാവിന്നൊക്കെ ആൾക്കാരെ കയറും എന്തായാലും. ഇതിൻ്റെ ബാക്കിലൊരു സ്ലീപ്പർ കോച്ച് ഉണ്ടോ നിങ്ങൾ? ഇത് ഈ ഒരു സെക്ടറിൽ മാത്രം ഓടുന്ന റേക്കാണ് കേട്ടോ. വാസ്കോന്ന് കുലം, കുലംന്ന് വാസ്കോ, ഈ ഒരു റൂട്ടിൽ മാത്രം ഓടുന്ന ഒരു റേക്കാണ് കേട്ടോ. ഒരു സ്ലീപ്പർ കോച്ച് വേണ്ട. സ്ലീപ്പർ അല്ല ഇത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് വേണ്ട. നൈസ്. ഈ വാസ്കോ കുലം പാസഞ്ചറിൽ ഞാൻ എന്തായാലും ഉടനെ യാത്ര ചെയ്യുന്നതായിരിക്കും. ബുക്ക് ചെയ്യാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിനോട് അടുത്ത ദിവസം കൂടെ ഞാൻ അതിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പിന്നെ അത് ഡ്രോപ്പ് ആക്കിയാണ്, വീട്ടിലെത്തിയിട്ട് ആവശ്യമുള്ളതുകൊണ്ട് അത് ഡ്രോപ്പ് ആക്കിയതാണ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ എറണാകുളത്ത് നിന്ന് എല്ലാ തിങ്കളാഴ്ച എടുക്കുന്ന എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്സും പൂനെയിൽ നിന്ന് ശനിയാഴ്ച എടുക്കുന്ന പൂനെ എറണാകുളം പൂർണ്ണ എക്സ്പ്രസ്സും, ഈ 2 വണ്ടിയും ജാനുവരി 18 മുതൽ ഏപ്രിൽ 12 വരെ ഈ ട്രെയിൻ മഡ്ഗാവിന്ന് നേരെ കൊങ്കൺ വഴിയായിരിക്കും പൂനെക്ക് പോകുന്നത്. അതായത് മഡ്ഗാവിന്ന് രത്നഗിരി പനവേല് വഴിയായിരിക്കും പൂനെക്ക് പോകുന്നത്. ഈ വണ്ടി സാധാരണ പോയിക്കൊണ്ടിരുന്ന വഴി എന്ന് പറയുന്നത് മഡ്ഗാവ് നേരെ റൈറ്റ് എടുത്ത് കുലം, ദൂദ്സാഗർ, ബൽഗാം, മീറജ് വഴിയായിരുന്നു ഇത് നേരെ പൂനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ വഴി ഇനി പോകത്തില്ല. ഈ 4 മാസത്തേക്ക് ഈ കൊങ്കൺ വഴിയായിരിക്കും പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗാർഡ്സ് ഉണ്ടല്ലോ, ഈ കുലം നിന്ന് കാസിൽ റോക്ക് വരെ പോകുന്ന ഗാർഡ് സെക്ഷനിൽ ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് 3 മാസത്തേക്ക്. അപ്പോൾ ഈ ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് വർക്ക് നടക്കുന്നത് ഗാർഡ് സെക്ഷനിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോകുന്നതാണ് ഈ പൂർണ്ണ എക്സ്പ്രസ്. പൂർണ്ണ എക്സ്പ്രസ് മാത്രമല്ല, ഇതിലെ പോകുന്ന വാസ്കോഡഗാമയിൽ ഷാലിമാർ പോകുന്ന അമരാവതി എക്സ്പ്രസ്. അമരാവതി എക്സ്പ്രസ് ഈ വാസ്കോയ്ക്ക് പോലും വരത്തില്ല, അതങ്ങനെ ഷോർട്ട് ടെർമിനേഷൻ എന്തോ ആണ്. പിന്നെ വാസ്കോഡഗാമ വേളാങ്കണ്ണി എക്സ്പ്രസ്, അതും ഡൈവേർട്ടഡ് ആണ്. അത് കേരളത്തിൽ കൂടെയാണ് പോകുന്നത് വേളാങ്കണ്ണിക്ക്. വാസ്കോഡഗാമയിൽ നിന്ന് മംഗലാപുരം
കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ വഴിയായിരിക്കും ആ വണ്ടി പോകുന്നത്, വേളാങ്കണ്ണി എക്സ്പ്രസ്. പിന്നെ ഇതിൽ പോകുന്ന ചില വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടികളെല്ലാം 4 മാസം അടുപ്പിച്ചുണ്ട് ഈ ഡൈവേർഷൻ. അപ്പോൾ ഈ 4 മാസം അടുപ്പിച്ച് ഈ വണ്ടിയൊന്നും മടുകാവുന്ന നേരെ കൊങ്കൺ വഴിയായിരിക്കും പോകുന്നത്. പക്ഷേ ഈ മടുകാവുന്ന കൊങ്കൺ വഴി പോകുന്നുള്ള സ്റ്റോപ്പുകൾ എത്ര ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഒന്നും വന്നിട്ടില്ല അതിൻ്റെ, എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം മടുകാവ് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലേഷൻ മെസ്സേജ് വരും, അല്ലെങ്കിൽ അത് റിസർവേഷൻ സസ്പെൻഡ് എന്ന് പറഞ്ഞ് കാണിക്കും നിങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പൂർണ്ണ എക്സ്പ്രസ്സിന് മടുകാവ് വരെ വരാൻ പറ്റത്തുള്ളൂ എറണാകുളത്ത് നിന്നാണെങ്കിൽ. പൂനെ നിന്നാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് നാട്ടിൽ പോവുകയാണെങ്കിൽ ഈ കൊങ്കൺ വഴി വരാം. പക്ഷേ നല്ല തേപ്പ് കിട്ടും, കാരണം കൊങ്കൺ വഴി ഡൈവേർട്ടായി വരുന്നതുകൊണ്ട് നല്ല ഡിലേ ആവാനും സാധ്യതയുണ്ട് പൂർണ്ണ എക്സ്പ്രസ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകല്ലേ. മുംബൈയിൽ നിന്ന് രാവിലെ 8 മടുഗാവ് ജനശതാബ്ദിയാണ് ഇപ്പം അങ്ങോട്ട് പോയത് കേട്ടോ. ഇനിയിപ്പം അവിടെ നിന്ന് 2:40 വന്ദേ ഭാരത് മടുഗാവ് ഇങ്ങോട്ട് പുറപ്പെടും. അതിൻ്റെ മുന്നിൽ മറ്റേ ജെസിഡി വാസ്കോഡ ഗാമ എന്നൊരു ലോങ് ഡിസ്റ്റൻസ് വണ്ടി വരുന്നുണ്ട്, വയാ ദൂദ്സാഗർ വരുന്നത്. അപ്പോൾ അതും വരുന്നുണ്ട്, രണ്ടും ഇപ്പോൾ വരും. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ടോ? നോക്കിയേ, അടിപൊളിയല്ലേ, ഇഷ്ടംപോലെ വാഗനുണ്ട് ഇതില്. ഇപ്പൊ 2 വണ്ടി വരുന്നുണ്ട്. അങ്ങനെ തേജസ് വരുന്നുണ്ട്, അവിടെ നിന്ന് വന്ദേ ഭാരതും വരുന്നുണ്ട്, 2 പ്രീമിയം വണ്ടികൾ. വന്ദേ ഭാരത്, ഓ കറക്റ്റ് 2 കൂടെ ഇവിടെ ഒരു പുള്ളി എടുത്ത് ചാടുന്നു. എന്തോന്നിത്? എൻ്റെ മോനെ എന്താ സ്പീഡായിരുന്നത്! ഷോ, ഈ സമ്മാനം മാത്രം എല്ലാ ട്രാക്കിലും ഭയങ്കര സ്പീഡാണല്ലോ. ഞാനതായിരിക്കും എന്തോ സ്പീഡായിരുന്നത്. ഷോ മറ്റേ പോലത്തെ സ്പീഡില്ലായിരുന്നു. പൊളി പൊളി പൊളി. അടുത്തായിട്ട് വരുന്ന ഒരു ഡീസൽ വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ജാർഖണ്ഡിലെ ജെസിഡി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് വാസ്കോഡഗാമയ്ക്ക് വരുന്നൊരു വീക്ക്ലി എക്സ്പ്രസ് ആണ് വരുന്നത്. ഡീസലാണ്, അങ്ങനെ ശബ്ദം കേൾക്കാം. അതിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് വീഡിയോ കൂടെ കാണിക്കാം. ഇതാണ് ജെസിഡി വാസ്കോഡഗാമ എക്സ്പ്രസ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വാസ്കോയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ദൂദ്സാഗർ വഴി ഇറങ്ങി വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പുറകെ ഒരു ഇൻസ്പെക്ഷൻ കാറൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ സെയിം റൂട്ട് വഴി വരുന്ന അടുത്ത വണ്ടിയുണ്ട്. നമ്മളന്ന് ഞാനും അനന്തവും കൂടെ അന്ന് ദൂദ്സാഗർ കാണാൻ പോയില്ലേ, ആ വണ്ടി അമരാവതി എക്സ്പ്രസ്. അപ്പോൾ അത് ഷാലിമാറിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഷാലിമാറിൽ നിന്ന് വാസ്കോഡഗാമയ്ക്ക് പോകുന്ന അമരാവതി എക്സ്പ്രസ് ഇപ്പോൾ മടുകാവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും വരും. ഇപ്പോൾ ഇപ്പോൾ 2 വണ്ടി വരും. ഒരെണ്ണം തേണ്ട ഗുഡ്സ്, അപ്പുറത്തോടെ ജനശതാബ്ദി വരുന്നുണ്ട്. ജനശതാബ്ദി അമ്മേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടിയാടാ. അടിപൊളി അടിപൊളി അടിപൊളി. ഈ ജനശതാബ്ദി ഇവിടെ വന്ന് ലോക്കോമായിട്ട് തിരിച്ചിങ്ങോട്ട് തിരിച്ചു പോയി. ക്ലീൻ ചെയ്താൽ ആർക്കറിയാം, ക്ലീൻ ചെയ്താണ് മിക്കവാറും.
ഈ വണ്ടി ഈയിടെ LHP ആയി കേട്ടോ. അപ്പൊ LHP ആയപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വണ്ടി സ്പോട്ട് ചെയ്യുന്നത്. ഇതിന്റെ ലോക്കോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നടത്തില്ല, പറഞ്ഞുതരാം എന്ത് സംഭവം എന്ന്. ഇതിന്റെ ലോക്കോ ഒരു ട്വിൻ ലോക്കോമോട്ടീവ് ആണ്. ഗുത്തി ഷെഡിന്റെ ലോക്കോസ് രണ്ടും, അതിൽ ഫ്രണ്ടിലത്തെ ഒരു WDP4Dയും ബാക്കിലത്തെ ഒരു WDP4ഉം ആണ്. അപ്പോൾ ഈ രണ്ട് ക്ലാസ് ലോക്കോമോട്ടീവ് തമ്മിൽ അവർ പെയർ ചെയ്ത് ട്വിൻ ലോക്കോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന വണ്ടിക്ക്. അതായത് രണ്ട് ലോക്കോമോട്ടീവും വർക്ക് ചെയ്യും, രണ്ട് ഓണാണ്. അതായത് അമരാവതി എക്സ്പ്രസിൻ്റെ ഈ ലോക്കോയുടെ പ്രത്യേകത കണ്ടാ. സാധാരണ നമ്മൾ കാണുമ്പോൾ ട്വിൻ ലോക്കോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റ ക്ലാസ് ആയിരിക്കും. അതായത് WDP4D ട്വിൻസ്, അല്ലെങ്കിൽ ഇപ്പം ഇലക്ട്രിക്ക് നോക്കുകയാണെങ്കിൽ WAG9 ഈ രണ്ട് ക്ലാസ് വെച്ചിട്ട് അത് രണ്ട് EMD ക്ലാസ് ആണ്. പക്ഷേ ഇത് രണ്ട് ക്ലാസ് തമ്മിൽ പെയർ ചെയ്തേക്കുന്നത് അത് ഭയങ്കര റെയറാണ്. ഇത് ഓടാത്ത റേക്കാ കേട്ടോ, എംറ്റി റേക്ക. ഇത് രാവിലെ വന്ന യശ്വന്ത്പൂർ വാസ്കോഡഗാമയുടെ റേക്കാ. അവരത് അങ്ങോട്ടെങ്ങാണ്ട് കൊണ്ടിടാൻ പോവാ, സ്ഥലമില്ലാത്തോണ്ടായിരിക്കും മിക്കവാറും. കണ്ടാ, വെളുപ്പിനെ നമ്മൾ കണ്ടില്ല ആ വണ്ടിയുടെ റേക്കാ. അവരത് അങ്ങോട്ടെങ്ങാണ്ട് കൊണ്ടിടാം. ഇനി രാത്രി നട്ടപ്പാതിരൊക്കെ എങ്ങാണ്ട് അവിടെ നിന്ന് വാസ്കോന്ന് വിടത്തുള്ളൂ ഈ വണ്ടി. ഇപ്പം സമയം 3:36. ഞാനിവിടെ രാവിലെ 7:00 വന്ന. ഇപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 8 മണിക്കൂറായി കേട്ടോ. 8 മണിക്കൂർ ഒട്ടും പോയതറിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്ന ഒട്ടും അറിയത്തില്ല. ഇനി നമ്മുടെ തിരിച്ചു പോകാനുള്ള വണ്ടി ഇനി 6 മണിക്കേ ഉള്ളൂ. അപ്പം അതിന് കയറി മടുകാവ് പോകണം. അതിന് മുമ്പ് കുറേ ഇനി വണ്ടികൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി തേജസ് വരാൻ കിടക്കുന്നുണ്ട്. തേജസ് ഇപ്പോൾ പുറപ്പെട്ട് കാണാൻ മിക്കവാറും മടുകാവെന്ന്. നേരത്തെ വന്ന തേജസ് ഇല്ല, അത് പിന്നെ മംഗളയുണ്ട്, പിന്നെ ഗോവ എക്സ്പ്രസ് ഉണ്ട്. ഗോവ എക്സ്പ്രസ് റീഷെഡ്യൂളിലാണ്. 3 മണിക്ക് വാസ്കോന്ന് വിടുന്ന വണ്ടിയാണ്. അത് ഇന്ന് 4:30 വിടത്തുള്ളൂ. അവിടെ ഗാഡ്സിൽ വർക്ക് കിടക്കുന്ന പറഞ്ഞാൽ അത് റീഷെഡ്യൂളിലാണ്. ഈ പോയ തേജസ് ഉണ്ടല്ലോ, ഈ തേജസ് നേരത്തെ മടുകാവ് വരില്ലായിരുന്നു, പിന്നെ എക്സ്റ്റെൻഡ് ആക്കിയതാണ്. നേരത്തെ മുംബൈയിൽ നിന്ന് കർമാലി വരെയായിരുന്നു, പിന്നെ അത് മടുകാവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേജസ് എക്സ്പ്രസ്. ഓർത്ത് വെച്ചോ, ഇന്ത്യ ഫസ്റ്റ് തേജസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. മടുകാവ് മുംബൈ CSMT തേജസ്. ഇതിന് ട്രെയിൻ നമ്പർ അല്ല, ഞാൻ ട്രെയിൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിന് എഴുതി കാണിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോൾ ശരിക്കും ഗുഡ്സ് ട്രെയിനിൻ്റെ എണ്ണം കൂടി. അതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് MT പോകുന്നു, അവിടെ നിന്ന് ലോഡോടെ വരുന്നു, ഫുള്ളത് തന്നെ. അടിപൊളി. എന്തായാലും എല്ലാം ഡീസലാണ് കേട്ടോ. ഇവിടെ പോകുന്ന ഗുഡ്സ് ട്രെയിൻ എല്ലാം ഡീസലാണ്. അതാണൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോയത് പൂനെ ഷെഡിൻ്റെ ഒരു WDG4 ട്വിൻസ് ആണ് കേട്ടോ. ഇതവിടെ ചവിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ, ബ്രേക്കൊക്കെ പിടിച്ച്. കണ്ടോ കൂട്ടമായിട്ട് പോകുന്ന കണ്ടോ, അവിടെ അങ്ങ് ട്രെയിൻ വരുന്നുണ്ട്. അവർ പെട്ടെന്ന് അടിച്ചോടിച്ചുകൊണ്ട് അതിനെ അങ്ങോട്ട് കടത്തി. കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ട്രിക് വെച്ചൊരു ഗുഡ്സ് ട്രെയിൻ വരുന്നത്. ഗോണ്ട ഷെഡിൻ്റെ ഒരു WAG7 ആണ് ലോക്കോ കേട്ടോ. ഒരു BCN ഗുഡ്സ് ട്രെയിനാണ്. അപ്പോൾ അതാണ് മടുകാവ് ഭാഗത്തേക്ക് പോകുന്നത്. അടുത്ത ഡീസൽ വെച്ചുള്ള ഗുഡ്സ് ട്രെയിൻ പോകുന്നു. ഇത് ഫുൾ ലോഡാണ് കേട്ടോ.
മിക്കവാറും കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഫുള്ള് മോടി വെച്ച് കൊണ്ടുപോകാണ്. ലോഡാക്കിയിട്ടുണ്ട്. ഫുള്ള് ലോഡാണ്. വേണ്ടാ നോക്കിയേ, പൂനെയുടെ WDG4 ട്വിൻസ് ആണ് അതിൻ്റെ ലോക്കോ. ഒന്നര മണിക്കൂർ റീഷെഡ്യൂൾഡായിട്ട് പുറപ്പെട്ട ഗോവ എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് കേട്ടോ. വാസ്കോഡ ഗാമേന്ന് ഹസ്രൻ നിസാമുദ്ദീൻ. ഇത് പൂനെ വഴിയാണ് പോകുന്നത്. ഈ ലോക്കോ, ഈ ഡീസലൊക്കെ പൂനെ വരെയുള്ളൂ. അവിടെ നിന്ന് ഇലക്ട്രിക്കാണ്. ഇവിടെ ട്രാൻസ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. ഇവിടെ മുന്നിൽ തന്നെ ചായക്കട, ബേക്കറി ഒക്കെ ഉണ്ട്. അവിടെ ആയിരുന്നു ഞാൻ നേരത്തെ ഒന്ന് വെള്ളം പിടിച്ച കട അടച്ചു. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ സായിരാജ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇവിടെ നിന്ന് ചായ കിട്ടും. ചായ വന്നിട്ടുണ്ട്. ചായയുടെ കടിയുണ്ട് ഇവിടെ, കണ്ടോ. സമോസയുണ്ട്. ഇത് മുളക് ബജിയാന്ന് തോന്നുന്നു. സമൂസയുണ്ട്, ബോണ്ടയുണ്ട്. ഇത് എന്ത് പക്കോട അങ്ങനത്തെ ഐറ്റം കേട്ടോ. ഇത് മറ്റേ മാംഗ്ലൂർ ബൺസ് അല്ലേ, അതാന്ന് തോന്നുന്നു. ഇത്ര ഐറ്റംസ് ഉണ്ട്. കടി മംഗളയാന്ന് തോന്നുന്നു വരുന്നത് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴേക്കും മംഗള വരുന്നുണ്ട്. അതെ, മംഗളയായിരിക്കും മിക്കവാറും. അത് തന്നെയുണ്ട്, മംഗള പോകുന്നത്. മംഗള അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. നമ്മളവിടെ കിട്ടുന്ന പോലെ സമോസ കേട്ടോ. ഇവിടുത്തെ ഈ സ്റ്റൈൽ സമോസയല്ല. ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചായയും കൊള്ളാം. ഗുഡ്സ് ട്രെയിനുകൾ തീരുന്നില്ല ഗൈസ്. ഇതിങ്ങനെ വാലെ പോയിക്കൊണ്ടിരിക്കുക. എന്താല്ലേ, എല്ലാം ഡീസല്. അടിപൊളി. ഡീസൽ ട്രെയിൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ചാകര ആയിരിക്കും. ചാകര. നമ്മളെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 മണിക്കൂറായിട്ടോ. ഇപ്പോൾ സമയം 5:45 രാവിലെ 7:00 ഞാൻ ഇവിടെ എത്തിയതാണ്. 10 മണിക്കൂറായി പോരെ. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പോകേണ്ട പാസഞ്ചർ വരും. വാസ്കോ കുലം പാസഞ്ചർ. ഞാൻ പോകേണ്ട പാസഞ്ചർ ഒരു 10 മിനിറ്റിൽ വരും. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ ഇരിക്കുക. ഇവിടെ ഇരിക്കാനൊരു സെറ്റപ്പും ഇല്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഹൈറ്റ് കാണുമ്പോൾ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മട്ടാഞ്ചേരി സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് പോലെ, ഒരുമാതിരി പണ്ട് കൽക്കരി എഞ്ചിൻ ഓടിക്കൊണ്ടിരുന്ന സമയത്തെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. എന്താ അല്ലേ. നമ്മൾ പോകുന്ന വാസ്കോ കുലം പാസഞ്ചർ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കയറി വേണം മടകാവ് പോകാൻ. ട്രെയിനിൽ മീൻ വിൽക്കുന്നുണ്ടോ? ഇത് കൊള്ളാൻ്റെ പരിപാടി. ട്രെയിനിൽ മീൻ വിൽക്കുന്നത്. ട്രെയിനിന് മീൻ വിൽക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അത് ഗോവയിൽ. ഈ വണ്ടി കൊള്ളാം. ഇതിലൊരു എൻജിൻ്റെ വീഡിയോ എടുക്കണം. നൈസാണ് ഇത് കേട്ടോ. നമ്മളായിട്ട് മടുകാവ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു 10-15 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. നമ്മൾ മടുകാവ് സ്റ്റേഷൻ ഇങ്ങനെ അറ്റത്തുള്ള പ്ലാറ്റ്ഫോമിലാണ് ഒന്ന് കയറിയത്. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് അറിയത്തില്ല, മറന്നു. ഏത് പ്ലാറ്റ്ഫോമാണ്? 6ആണോ 5ആണോ? 6ആണെന്ന് തോന്നുന്നു. ഈ വണ്ടിക്ക് രാവിലെയും പിന്നെ വൈകിട്ടൊക്കെ നല്ല തിരക്കാട്ടോ. നോക്കി ഇതിൽ കയറിയ ആൾക്കാരെ കണ്ടോ, കയറി ഇറങ്ങിയൊക്കെ. അത് കൊള്ളാം. കുലം വാസ്കോ പാസഞ്ചറും വാസ്കോ കുലം പാസഞ്ചറും ഒരുമിച്ച്. അതെന്തായാലും കൊള്ളാം കേട്ടോ. വാസ്കോ കുലം പാസഞ്ചർ ഇവിടെ നിന്ന് പുറപ്പെടാൻ നേരത്ത് കുലം വാസ്കോ പാസഞ്ചറാണ് വന്ന് കയറുന്നത്. അടിപൊളി. രണ്ടിൻ്റെ സമയം ഇവിടെ സെയിം ആട്ടോ. ഈ വണ്ടിയുടെ ലോക്കോ എപ്പോഴും ഒരു WDG4 ലോക്കോ ആയിരിക്കും കേട്ടോ.
അവിടെ വരുന്ന ഗുഡ്സിന്റെ ലോക്ക് തോന്നുന്നു എടുത്ത് കൊടുക്കുന്ന ഈ വണ്ടിക്ക്. ഇപ്പൊ സമയം ഇപ്പൊ രാത്രി 9 മണിയായി. ഇപ്പൊ മഡ്ഗാവ് സ്റ്റേഷന് മുന്നിലായിട്ട് ഒരു ഫുഡ് കോർട്ട് പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ്, കുറേ ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട് ഇവിടെ. രാജസ്ഥാനി ചാട്ടേഴ്സ്, പിന്നെ അമൂലിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ ഹോട്ടൽസൊക്കെ ഇവിടെ മുന്നിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നൈസാണ്, കാരണം ഇതിന് മുമ്പ് നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഒരു കൊങ്ങിണി ദർബാർ എന്ന് പറഞ്ഞൊരു ഒത്തൻറ്റിക് ഗോവൻ റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇനി നിങ്ങളിവിടെ മഡ്ഗാവ് സ്റ്റേഷനിൽ വരണം, ആ മലയാളിക്കടയിൽ കയറണ്ട. കാരണം അവിടെ ഇപ്പോൾ നടത്തുന്നത് ഹിന്ദിക്കാരാണ്, അവിടെ മലയാളികളല്ല. അവിടുത്തെ ആ മലയാളികൾ പോയതോ ഹിന്ദിക്കാരാണ് ഇപ്പോൾ നടത്തുന്നത്. നമ്മുടെ വണ്ടി നല്ല തേപ്പാട്ടോ, തിരിമായതേ ഉള്ളൂ. ഇനി ഇവിടെ എത്താൻ മിക്കവാറും ഒരു 3/4 മണിക്കൂർ എടുക്കും. 9:21 മിക്കവാറും 10:15 ആവും എത്താൻ. ഇതുവരെ പ്ലാറ്റ്ഫോം ഒന്നും അനൗൺസ് ചെയ്യില്ല, പ്ലാറ്റ്ഫോം ഫ്രീ അല്ല. കാരണം 1 മത്സ്യഗന്ധ വരും, 2 ഈ മാൻഡവിയുടെ റേക്ക് കിടക്കുന്നു, 3 മറ്റേ പാസഞ്ചറിൻ്റെ റേക്ക്, സാവന്ത്വാടി പാസഞ്ചർ. അപ്പോൾ പ്ലാറ്റ്ഫോം ഫ്രീ അല്ല. 4-5 കയറ്റൊന്നും തോന്നുന്നില്ല. ഇവിടെ എവിടെയൊക്കെ ആയിരിക്കും. ഇവർ കോഴ്സ് പൊസിഷൻ കൊടുത്തതെല്ലാം തെറ്റിച്ച. സ്റ്റേഷനിലൊന്ന്, ആപ്പിൽ വേറൊന്ന്. ആപ്പിൽ പ്രകാരം മുന്നിലാണ്, സ്റ്റേഷനിൽ ഇപ്പോൾ അനൗൺസ് ചെയ്ത് പുറകിലാണ്. ഞാൻ ഇപ്പോൾ പുറകിലോട്ട് നടക്കുക. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന AC 2 ടയറിനാണ്, അതിപ്പോൾ ഏറ്റവും ബാക്കിലാണ്. ആപ്പിൽ ഫ്രണ്ടിലാണ്, NTS റെയിൽവേയുടെ സ്വന്തം ആപ്പിൽ ഫ്രണ്ടിലാണ് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് ട്രെയിൻ വരുമ്പോൾ ഓടാണോ എന്തോ. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേഷനിൽ പറഞ്ഞു നേരെ തിരിച്ച്. ലാസ്റ്റ് വന്നപ്പോൾ ആപ്പിലെ പോലെ തന്നെ എന്തോ പരിപാടിയൊക്കെയാണ് നോക്കണ്ട. ലാസ്റ്റ് നമ്മുടെ കോച്ച് ഏറ്റവും ഫ്രണ്ടില്ല. ഇത്രയും നേരം പറഞ്ഞ് ബാക്കിലാണെന്ന് പറഞ്ഞു, ഇപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിലാണ്. ഏതാണെന്നൊന്ന് ഉറപ്പിക്കാൻ പോലും ആർക്കും ഒന്നും അറിയത്തില്ല. പോരെ ഏറ്റവും ഫ്രണ്ടിലൂടെ പിന്നെ നടക്കാം. ഏറ്റവും ബാക്കി വന്നാൽ പോരെ. ഏറ്റവും ഫ്രണ്ടിലാണോ കോച്ച് കേട്ടോ. A1 ഇൻഡോർ കൊച്ചുവേളി 2003 പണിത് പഴയ ഒരു കോച്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഈ അറ്റൻഡർമാരെയൊക്കെ വെച്ചേക്കുന്നതേ ഇതൊക്കെ ഓരോരുത്തർ ഉപയോഗിച്ച് കഴിയുമ്പോൾ മാറ്റാൻ വേണ്ടി. ഇവന്മാരെ ആരെയും കാണുന്നുമില്ല. ഞാൻ എന്നിട്ട് അവിടെ അലമാരി പോയ ബെഡ്ഷീറ്റ് എടുത്തോണ്ട് വന്നത്, കാരണം ഇവരാരും കണ്ടില്ല. നമ്മൾ കയറി വണ്ടി വിട്ടിപ്പം കയറി തരേണ്ടതല്ലേ, ഒറ്റ അടുത്തിന് അവിടെ ഇല്ല. ഞാൻ പോയി എടുത്തോണ്ട് വന്നു അവിടെ അലമാരി പോയിട്ട്. ബെഡ്ഷീറ്റാണ് ഭയങ്കര മോശം കേട്ടോ. നമ്മുടെ കോച്ച് ഞാൻ പറഞ്ഞത് 2003 ബിൽട്ടാണ്. ഇത് പണ്ടത്തെ രാജധാനിയുടെ കോച്ചാണ് കേട്ടോ. കാരണം അന്ന് രാജധാനിക്ക് മാത്രമേ LSP ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഡോറൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് ഡോറ് പോലത്തെ പഴയ ഡോറുണ്ടോ. പഴയ കോച്ചാണ്, വലിയ സുഖമൊന്നുമില്ല കോച്ച് ശരിക്കും പറഞ്ഞാൽ. അപ്പുറത്തെ കോച്ചാണ് 2024 മെയ്ഡായിരുന്നു, നമുക്ക് കിട്ടി 2003. നടന്നു വിട്ടൊരു 40 മിനിറ്റിൽ നമ്മൾ കാറ് ഇറക്കിയിട്ട് 40-45 മിനിറ്റിൽ നല്ല കിടുവൻ തണുപ്പ് കേട്ടോ. ഇപ്പോൾ സമയം 11:15. ഇപ്പോൾ കുറേ അയ്യപ്പന്മാരൊക്കെ നമ്മുടെ വണ്ടി കയറാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പോയി കിടക്കട്ടെ. രാവിലെ നമ്മൾ 10:15 റേഞ്ചിൽ എറണാകുളം എത്തും കേട്ടോ. നമ്മളിപ്പോൾ ഷൊർണൂർ എത്താറായി രാവിലെ ആയപ്പോഴേ. ഈ കോച്ചിൻ്റെ ഞാനിപ്പോൾ ഉള്ള ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ രാജധാനിയുടെ കോച്ചായിരുന്നു. 2003 പണിതൊരു കോച്ചാണ്. ഇതിൻ്റെ ഈ ഒരു ഫുള്ള് ചന്തയാട്ടോ. ഇത് നോക്ക്, ആ ഉപയോഗിച്ച ഷീറ്റും എല്ലാം ഇതേപോലെ വലിച്ചു വാരിയിട്ടേക്ക് നോക്ക്. ഒരു ഇതുമില്ലാത്ത ആൾക്കാർ. ഇതെനിക്ക് തോന്നുന്നു ഫുഡ് വെച്ചോണ്ടിരുന്ന എന്തോ സംഭവമായിരുന്നു തോന്നുന്നു, മറ്റേ ഹീറ്ററോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ അങ്ങനെ കാണാൻ സാധിക്കില്ല, ഒരു സൈഡിൽ മാത്രമുള്ള അതിൻ്റെ വാഷ് ബേസിനൊക്കെ. എന്നിട്ട് ഡോറൊക്കെ മറ്റേ ഷട്ടർ പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു വാഷ്റൂം വെള്ളം അടച്ചിട്ടേക്കുക. നോക്ക്, ഇവിടെയാണ് അതിൻ്റെ കൺട്രോളൊക്കെ വരുന്നത്. സാധാരണ മറ്റേ പുതിയ കോച്ചുകളെല്ലാം കൺട്രോൾ ഇവിടെ അല്ലേ വരുന്നത്. മൊത്തത്തിലൊരു ഡിഫറൻസ് സംഭവം കേട്ടോ. ഇത് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ പണിത കേട്ടോ. 2003 അവിടെ പണിത കോച്ചാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഡോർ ഓട്ടോമാറ്റിക് ഡോറായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡോറൊന്നും അല്ല കേട്ടോ. ഓട്ടോമാറ്റിക് ഡോറിന് സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. പിടിക്കാനാണെങ്കിൽ ഈ ഒരു കമ്പി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പുറത്തില്ല കമ്പി. ഇതിങ്ങനെ തുറക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഡോറാണ് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ സംഭവം. ഷൊർണൂർ ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഓൺ ടൈം ആണെങ്കിൽ ഇവർ പിടിച്ച് ഡിലേ ആക്കും. അതാണ് ഇവിടുത്തെ ഈ പരിപാടി. നമ്മളിപ്പം 7 അന്നത്തെ ഇപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ കയറിയത് കറക്റ്റ് ഓൺ ടൈമിൽ നിന്ന് കയറി. ഇനിയിപ്പം 8 മണിക്ക് വിടേണ്ട, 8 മണിക്കൊന്നും വിടത്തില്ല, മിക്കവാറും 8:15 കഴിയും വിടാൻ വേണ്ടിയിട്ട് ബൈക്ക്. ഇവിടെ ഔട്ടറിലൊക്കെ കുറേ നേരം കൊണ്ട് പിടിച്ചിട്ടായിരുന്നു. കണ്ണൂർ ഇൻ്റർസിറ്റി വരാൻ വേണ്ടി നമ്മളെവിടെ പിടിച്ചിട്ടാണ്, എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി. അതുകൊണ്ട് അപ്പുറത്ത് വരുന്നുണ്ട്, അത് വന്നിട്ട് വിടുമായിരിക്കും. LHP കോച്ച് ഇറങ്ങിയ ടൈമിലുള്ള ആദ്യത്തെ മോഡലായിരുന്നു ഇത്. അതായത് ഒറിജിനൽ LHP ആയിരുന്നു ആ ടൈമിലത്തെ. അപ്പോൾ ആ ടൈമിൽ ഈ നെയിം ബോർഡ് വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ ഒരു പോർഷൻ കണ്ടോ, ശതാബ്ദി എക്സ്പ്രസ്സിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്.
ഈ നെയിം ബോർഡൊക്കെ പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നാണ്ട് ഇവിടെ ആയിരുന്നു. അപ്പോൾ രാജധാനി എന്നൊക്കെ പറഞ്ഞ് വലിയ നെയിം ബോർഡൊക്കെ ഇവിടെ വെച്ചിരുന്നു. ഇപ്പോൾ അവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചിരിക്കുക. ഇത് പണ്ട് ഓടിക്കൊണ്ടിരുന്ന മുംബൈ രാജധാനിയുടെ കോച്ചാണ് കേട്ടോ. കാരണം അന്ന് രാജധാനി മാത്രം ഉണ്ടായിരുന്നുള്ള LHB 2003. അതാണ് ഞാൻ പറഞ്ഞ രാജധാനിയുടെ LHB ആണെന്ന്. ഇത് കൊള്ളാമല്ലോ, ഇത് നമ്മുടെ പഴയ എറണാകുളത്തിൻ്റെ ആൽക്കോ അല്ലേ? ഇതെന്താ ഇപ്പം ഈ ഒരു നിറത്തിൽ 11452 എന്നൊക്കെ പറഞ്ഞ് വേറൊരു കളറിലൊക്കെ. ഇത് പ്രൈവറ്റ് ആൽക്കോ അല്ല, സൈഡൊക്കെ ഉള്ളതല്ലോ. സൈഡ് മാത്രമുള്ള അങ്ങനെ വേറെ ആൾക്കോ കിടക്കുന്നു. 11200 ഒരു WDG4 കിടക്കുന്നു. ഒരു ഡീസൽ. ഞാൻ പറഞ്ഞില്ലേ 8:15 കഴിയും ഇവിടത്തിൽ നിന്ന്. 8 ഇതേപ്പം നമ്മൾ ഇട്ട് അപ്പുറത്തെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. എന്ത് ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. കാരണം വണ്ടി ഫുൾ അടച്ചിട്ടേക്കുക. ഇത് വണ്ടി ഷണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർന്ന് വിട്ടപ്പിന് വലിയ സീനിലേക്ക് വന്നു. നമ്മളിപ്പോൾ 10:30 ആവാറായപ്പോഴേക്കും എറണാകുളം ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:25 എറണാകുളം സൗത്തിലെ സമയം. ഒരു 5-10 മിനിറ്റ് ലേറ്റ്, അത്രേ ഉള്ളൂ. നല്ല വീട്ടിലാണ് വണ്ടി കേട്ടോ, നല്ല വണ്ടിയാണ്. കിടുവണ്ണ 4 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ എത്തി. ഇത് ആലപ്പുഴ വഴി പോകുന്ന വണ്ടിയാണ് കേട്ടോ. ഇവിടെ നേരെ ഇനി ആലപ്പുഴ കായംകുളം വഴിയാണ് കൊച്ചുവേളിക്ക് പോകുന്നത്. ഈ വണ്ടിക്ക് മൊത്തത്തിൽ 6 സ്ലീപ്പറാണുള്ള കേട്ടോ, ബാക്കിയെല്ലാം AC ആണ്. നമ്മളുടെ എറണാകുളം എത്തിയപ്പോഴേക്കും ഇവിടെ ലോക്ക് കിടക്കുന്നുണ്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇത് എറണാകുളം ഷെഡിൻ്റെ ഒരു WG5 ഗുഡ്സ് ലോക്കാണ്. അപ്പോൾ അതിന് എറണാകുളത്തിൻ്റെ ആൽക്കോടെ ലിവറി ഉണ്ടല്ലോ, ഇപ്പോൾ കാണിച്ചില്ലേ ഈ ഫോട്ടോ, അതേ ലിവറി ഇവിടെ ഒരു ഇലക്ട്രിക് ലോക്കോ അവർ അടിച്ചിട്ടേക്കുവാണ്. നല്ല അടിപൊളി സംഭവം കേട്ടോ, നല്ല ഫിനിഷിംഗ് ആണ്. അതിൽ ആ കളർ തന്നെയുണ്ട്, എടുത്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് സംഭവം. ഇപ്പോൾ 10 മണിക്കൂർ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ സെക്കൻഡ് വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത്. സൂരാവലിയിലെ ട്രെയിൻ സ്പോട്ടിങ്ങും പിന്നെ ഇങ്ങോട്ടേക്കുള്ള യാത്രയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബൈ.